ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം ചെങ്ങന്നൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാണ്. അപ്പോൾ പഴയ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റി അവിടെ ആണ്ട് പുതിയ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് പണിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും വെയിലാണ്. വെയിലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കണ്ട പാല ഇപ്പോൾ ഉണ്ട്. ആ പാലച്ചെട്ടി കസേരയൊക്കെ ഇട്ടുണ്ട്. അവിടെ പോയി ഇരുന്ന് വെയിലിന് നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. ഇപ്പോൾ ഇതാണ് മഴ പെയ്തപ്പോഴാണ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ കയറി നിൽക്കാനുള്ള ഒരു ഇടമില്ല. ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകുമ്പോൾ ആ കെട്ടിടമാണ്. ആ കെട്ടിടം യാർഡാണ്. യാർഡിൽ അവിടുത്തെ മെക്കാനിക്കിനും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ അതിൻ്റെ അകത്തുള്ള കയറാനുള്ള പെർമിഷനുള്ളൂ. അവിടെയൊക്കെയാണ് ഈ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് യാത്രക്കാർ പോയി നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് സ്കൂൾ തുറക്കാനൊക്കെ പോവുകയാണ്. അതുകൊണ്ട് ഇതുണ്ടല്ലേ ചെറിയൊരു ടാർപ്പ കിട്ടി അവിടെയൊക്കെയാണ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കെട്ടി അവിടെയാണ് ഈ ആൾക്കാർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാ പാർട്ടിയുടെയും കൊടിയുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ മേളിൽ. അപ്പോൾ ഈ യാർഡിൻ്റെ അടിവശമാണ്. യാർഡിൻ്റെ അടി അപ്പോൾ വലിയ കുഴിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വണ്ടി ബസ്സൊക്കെ പണിയാനുള്ളതും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയൊക്കെ അവിടെയൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോയി എല്ലാവരും നിൽക്കുന്നത്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കണ്ട അയ്യോ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് വേണ്ട ഏതെങ്കിലും ഒരു പാർട്ടിക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘടന പ്രവർത്തകരോ എങ്ങാനും ഇതിന് നല്ലൊരു തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ഇത് അറിയിക്കേണ്ടവരെ കൃത്യമായിട്ടിത് ഏതെങ്കിലും രീതിയിൽ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മിക്ക ആൾക്കാർ ഈ മഴയാന്നുള്ളതൊന്നും അറിയാതൊക്കെ വന്ന് വരുന്നതൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ലോങ്ങൊക്കെ പോകാനുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് നനഞ്ഞൊക്കെ ഒരു യാത്ര ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് നല്ലൊരു തീരുമാനം എടുക്കണം എന്നൊരു അപേക്ഷയാണ്.